ഹലോ ചെങ്ങന്മാരെ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂവിലേക്ക് കണ്ടോ. സൂവിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നപ്പോൾ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ചങ്ങായി ചോദിച്ചത് മുതലിനെ കണ്ടാലും ചീങ്കണ്ണിനെ കണ്ടാലും എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചീങ്കണ്ണി ശുപ്പാണ്ടിൻ്റെ പോലെയാണ്, മുതലാണെങ്കിൽ നോർമലും ആയിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ചങ്ങായി ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് തൂറാത്തം തൂറുമ്പോൾ തീട്ടം കണ്ട് ആറാട്ടെന്ന് പറഞ്ഞ പോലെ എൻ്റെ ചങ്ങായി അത് വാങ്ങിയിട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ ഓൻ്റെ കാട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഐസ് വണ്ടിക്കാരൻ വരുന്ന മാതിരിയാണ്. വെറുതെ അയിമ വരഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ വേറൊരു പണി നടക്കില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് മാറ്റി നേരെ പാലസ്ക്ക് പോകുകയാണ് കേട്ടോ. അവിടെ വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പാലസ്. പാലസിന് ചുറ്റും ഇഷ്ടം പോലെ പൂന്തോട്ടങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ചക്രവർത്തിമാരുടെ പരമ്പരാഗത കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടിപ്പു സുൽത്താൻ്റെ ദർഗയിലേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുളിച്ച് സെറ്റായി. പിന്നെ രാത്രിക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു സിയാർത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിയാർത്ത് കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.